ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പപ്പായ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ആദ്യം ഞാനിവിടെ പപ്പായയുടെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പപ്പായയുടെ പകുതി ഭാഗം ഞാൻ കുറച്ചുകൂടി ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. പിന്നെ ബാക്കിയുള്ള ഈ പീസസ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായി അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഈ പീസാക്കി വെച്ച പപ്പായ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ പതിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശായി മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദക്കൂട്ട് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മൈദയും മുട്ടയും എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പപ്പായ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബാറ്ററിലേക്ക് 3 ടീസ്പൂൺ പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലും കൂടി ഒഴിച്ചെടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മെല്ലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പപ്പായ കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതേപോലെ ഒരു പാനിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിന് മേലെ ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് വെച്ച് വരഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ ഫ്രൈ പാൻ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും. ഇനി ഇതിൻ്റെ മുകളിലത്തെ മൂടിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഈ കേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം പതുക്കെ ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പപ്പായ കേക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യാനുള്ള ക്രീം റെഡി ആവുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ ആയിട്ട് ഞാൻ ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ എനിക്ക് ക്രീം പെട്ടെന്ന് ബീറ്റായി കിട്ടലുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫിയോന ക്രീം തന്നെയാണ് യൂസ് ആക്കൽ. ഞങ്ങൾക്ക് കേക്കിൽ നല്ല പെർഫെക്റ്റായി കിട്ടൽ ഫിയോനൻ്റെ ക്രീം തന്നെയാണ്.
ഇത് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യം ഒരു 2 മിനിറ്റ് നമുക്ക് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ച് കൂട്ടിക്കൊടുത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ക്രീം നന്നായി ബീറ്റായി കിട്ടും. ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ബീറ്റ് ചെയ്ത ഈ പാത്രം ഒന്ന് തിരിച്ച് പിടിച്ചാൽ പോലും ആ ക്രീം ഒന്ന് അനങ്ങിപ്പോവില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ക്രീം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ച് കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ പതുക്കെ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ജ്യൂസിൽ നിന്നും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഈ പപ്പായ ജ്യൂസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇത് ക്രീം പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ഐസിങ് ബാഗിലാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡ് ലെയറൂടെ മെല്ലെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പപ്പായ പ്യൂരിയുടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ സ്പ്രെഡ് ചെയ്ത ശേഷം അതിന് മുകളിൽ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ മുകളിലൊക്കെ ക്രീം വെച്ചെടുത്ത ശേഷം ഇതിൻ്റെ സൈഡിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ ഇതിങ്ങനെ ക്രീം പരത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ പപ്പായ കേക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പപ്പായ പീസ് മുഴുവനായിട്ടും ഇതേപോലെ റൗണ്ടിൽ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പപ്പായ പീസസിൻ്റെ ഇടയിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചോക്കോ ചിപ്സ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ പപ്പായ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉമ്മാക്കിയ ഉടനെ നമ്മൾ ഇത് കട്ട് ചെയ്യലായി. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടായിരുന്നു തിന്ന്. അങ്ങനെ നമ്മൾ ഈ കേക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് തിന്നലായി. വാവ്, സൂപ്പർ കേക്ക്.